അസാമാന്യ ബുദ്ധിവൈഭവമുള്ള ആളായിരുന്നു സോക്രട്ടീസ് എന്ന് മാത്രമല്ല, ഒരു കാര്യത്തിലൊരു തീരുമാനമെടുത്താൽ അദ്ദേഹം ഒരിക്കലും മാറിയിരുന്നില്ല. ഹെംലോക്ക് എന്നുള്ള മാരകമായ വിഷം കുടിപ്പിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അന്ന് കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ കോടതിയുടെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു: മെൻ ഓഫ് ദ ജൂറി, അക്യൂട്ട് മീ ഓർ കൺവിക്ട് മീ, ഐ ഷാൽ നെവർ മെൻഡ് മൈ വേസ് ഈവൻ ഇഫ് ഐ ആം ടു ഡൈ 1000 ഡെത്ത്. അതായത് ഒന്നുകിൽ എന്നെ ശിക്ഷിക്കുക അല്ലെങ്കിൽ വെറുതെ വിടുക. 1000 കൊല്ലം 1000 പ്രാവശ്യം മരിക്കേണ്ടി വന്നാലും എൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് 1 ഇഞ്ച് വ്യതിചലിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് കോടതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് നടന്ന ആളാണ് സോക്രട്ടീസ് എന്ന വലിയ ചിന്തകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മളിന്ന് കണ്ണാടി പിടിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ പറ്റി എന്തോ പറയാൻ സോക്രട്ടീസിൻ്റെ അടുത്ത് ചെന്നു. സുഹൃത്ത് പറയാൻ തുടങ്ങും മുമ്പേ അദ്ദേഹം കൈയെടുത്ത് വിലക്കി. താങ്കൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ? എനിക്ക് ഉറപ്പില്ലെന്ന് സുഹൃത്ത്. സോക്രട്ടീസിൻ്റെ അടുത്ത ചോദ്യം വന്നു: പറയാൻ പോകുന്ന കാര്യം നല്ല കാര്യമാണോ? സുഹൃത്ത് പറഞ്ഞു: അല്ല, അത്ര നല്ല കാര്യമല്ല. ഉടനെ സോക്രട്ടീസിന്റെ മറുപടി വന്നു: ഈ കാര്യം കേട്ടതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഇല്ലെന്ന് സുഹൃത്ത് മറുപടി പറഞ്ഞു. അതോടെ സോക്രട്ടീസ് പുഞ്ചിരിയോടെ സുഹൃത്തിനോട് പറഞ്ഞു: താങ്കൾ പറയാൻ പോകുന്നത് നല്ല കാര്യമല്ല, സത്യമാണെന്ന് തനിക്ക് ഉറപ്പുമില്ല. കേട്ടിട്ട് എനിക്കോ നിങ്ങൾക്കോ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് വെറുതെ താങ്കൾ ഇതൊക്കെ എന്നോട് പറയുന്നത്? താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് അദ്ദേഹം സോക്രട്ടീസായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു. പരദൂഷണം പറയാനും കേൾക്കാനും താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടാകും. പക്ഷെ അത് പറയുന്നത് കൊണ്ട് പറയുന്നയാളിനോ കേൾക്കുന്നയാളിനോ ഒരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ കരുതുന്ന വിലപ്പെട്ട സമയം കളഞ്ഞു കുളിക്കാം എന്ന് മാത്രമേ നേട്ടമുള്ളൂ. സത്യമാണെന്ന് ഉറപ്പില്ലാത്തതിനെ പറ്റി നിങ്ങൾ പറയാതിരിക്കുക. കഴിവതും ദുഷിപ്പ് പറയുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. മനസ്സമാധാനം ഉണ്ടാകാൻ ഏറ്റവും നല്ല വഴി അതാണെന്നാണ് സോക്രട്ടീസ് മനസ്സിലാക്കിയിരുന്നത്.